السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിൽ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരുപാട് സയ്യിദന്മാർ, വലിയ വലിയ സയ്യിദന്മാർ സ്റ്റേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു സയ്യിദ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് പറയുവാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നു. അതുതന്നെ വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇന്ന് നാം ജീവിക്കുന്നത് മോഡേൺ മുസ്ലിം ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തല്ല, മോഡേൺ മുസ്ലിം ജമാഅത്ത് എന്നുള്ള സംഘടനയുടെ കീഴിലാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത് ഈ മോഡേൺ മുസ്ലിം ജമാഅത്തുമായി ഒരുപാട് അകലം പാലിക്കുന്നു. നമുക്ക് വേണ്ടത് ആത്മീയമായ നേതൃത്വമാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാഅത്തി സ്വഹാബ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ പാത, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചു വന്ന ആ സ്വഹാബികൾ, അതിന് ശേഷം താബിഈങ്ങൾ, അങ്ങനെ ഈ ദീൻ ഇവിടെ വരെ എത്തി. ഇന്ന് നമ്മുടെ കയ്യിലാണ് ഈ ദീൻ എത്തിയിട്ടുള്ളത്. ബഹുമാനികളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്കോ ഡ്രസ്സിലേക്കോ ഒന്നും അല്ല. അള്ളാഹുവിന്റെ നോട്ടം വീഴുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യന്റെ ശരീരത്തിലും ഒരു മാംസഖണ്ഡമുണ്ട്. ആ മാംസഖണ്ഡം ചീത്തയായാൽ അവന്റെ സ്വഭാവം ചീത്തയായി, ആ മാംസഖണ്ഡം നന്നായാൽ അവന്റെ സ്വഭാവം നന്നായി. അത് ഏതാണ്? അത് ഹൃദയമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയം ശുദ്ധി വേണം. അപ്പൊ ഇന്ന് സ്വന്തം ഹൃദയത്തിലേക്ക് തട്ടിയും കൊണ്ട് എന്റെ ഹൃദയം ശുദ്ധിയുണ്ട് എന്ന് ആർക്കെങ്കിലും ഒന്ന് ധൈര്യമായി പറയുവാനുള്ള ഒരു ശക്തി ഇന്നില്ല. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധിയില്ല, അത് മുഴുവനും കറ പിടിച്ചിരിക്കുന്നു. എന്താണ് കറ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഗീബത്ത്, നമീമത്ത്, ദേഷ്യം, ഉജുബ്, കിബിർ മുതലായ
കറകൾ നമ്മുടെ ഹൃദയത്തിൽ പറ്റിയിട്ടുണ്ട്. അത് ശുദ്ധിയാക്കി അതിന് പകരം എന്താണ് വേണ്ടത്? നന്മ ചെയ്യുവാനുള്ള മനസ്സ്. അതുമാത്രമല്ല, സത്യം മാത്രം പറയണം, കളവ് പറയരുത്. പിന്നെ ഉജുബ് ഇല്ലാത്ത, കിബിർ ഇല്ലാത്ത, നല്ല സംശുദ്ധമായിട്ടുള്ള നമ്മുടെ ഹൃദയം, അത് അല്ലാഹു ആ നോട്ടം അവിടേക്കാണ് വീഴുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദ്ഹറിൽ വെച്ചു ക്ലാസ് എടുക്കുമ്പോൾ അതാ അവിടുന്ന് പറയുന്നു, ഇപ്പോൾ ഒരു വ്യക്തി ഇതിലൂടെ പോവും, ആ വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ആ വ്യക്തി സ്വർഗത്തിലാണ്. അപ്പോൾ സ്വഹാബികൾ വളരെയധികം ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു, ആരാണ് ആ വ്യക്തി എന്ന്. അതാ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വ്യക്തി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. കുളിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ എടുത്തു വെച്ച് അദ്ദേഹം അതാ സമാധാനപരമായി നടന്നു നീങ്ങുകയാണ്. ആ സദസ്സിന്റെ മുമ്പിൽ, അവിടെയുള്ള സ്വഹാബികളുടെ മുമ്പിൽ ആ വ്യക്തി അങ്ങനെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ വ്യക്തിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞ സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വ്യക്തി അതാണ്. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് ആ വ്യക്തി സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസവും അതേ സമയത്ത് അതാ നടന്നു നീങ്ങുന്നു. ആ വ്യക്തി സാധാരണ വ്യക്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദേഹം അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. മൂന്നാം ദിവസവും അങ്ങനെ തന്നെ വരുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ആ വ്യക്തി അതേ രൂപത്തിൽ പോയി വരികയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ നിർത്തി, എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ തരണം. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽപ്പെട്ട ആളാണ്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകണം. അങ്ങനെ 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒന്നും തന്നെ പ്രത്യേകമായിട്ട് കാണാൻ സാധിച്ചില്ല. ആ വ്യക്തി എന്തിനേറെ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം പോലും ചിലപ്പോൾ നിർവഹിക്കുന്നില്ല എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു. എന്നിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതാ മടങ്ങി സ്വഹാബികളെ കൂടെ എത്തി. അപ്പോൾ അദ്ദേഹത്തിന് അത്ര സമയം ഉത്തരം ലഭിച്ചിട്ടില്ല, എന്തിനാണ് അദ്ദേഹം സ്വർഗവാസിയായത് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. അവിടുന്ന് ചോദിക്കുകയാണ്, എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരു അംശം പോലും അദ്ദേഹം എന്തിനാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല, തഹജ്ജുദ് പോലും നമസ്കരിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒറ്റ ഒരു കാര്യം മാത്രമാണ്. അതേതാണ്? ഹൃദയശുദ്ധിയുള്ള മനുഷ്യനാണ്.
ആരി ആ പോയ വ്യക്തി ഹൃദയശുദ്ധിയുള്ള വ്യക്തിയാണ്. നിങ്ങൾ 3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു, പക്ഷേ നിങ്ങൾ അതുമാത്രം നിങ്ങൾ കണ്ടുപിടിച്ചില്ല. ഹൃദയശുദ്ധിയുള്ള ഈ മനുഷ്യൻ തീർച്ചയായും അല്ലാഹുവിന്റെ നന്മയുടെ കൂടെ ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിലാക്കി. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സുദീർഘമായി പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഒരുപാട് തങ്ങന്മാരുണ്ട്. സയ്യിദ് ജഅഫർ സ്വാദിഖ് തങ്ങൾ ജലാലിയ ദിക്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് തങ്ങന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ ഒരുപാട് സമയം അങ്ങനെ പോവും. അപ്പൊ അതൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇവിടെ ശിഹാബുദ്ദീൻ തങ്ങൾ മദക്ക അദ്ദേഹം നടത്തുന്ന ഈ റാത്തീവും അതുപോലെ തന്നെ ഈ ആത്മീയ മജ്ലിസും അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിൽ വിജയിപ്പിച്ചു തീർക്കുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനത്തോടുകൂടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വമാ അലൈനാ ഇല്ലൽ ബലാഗ്. അസ്സലാമു അലൈക്കും.